ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അടുപ്പിൻ്റെ തിട്ടയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു സന്തോഷമുള്ളത് ഗ്യാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാലിപ്പഴം ഉണ്ടാകുമ്പം കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയത്തില്ലേ, അങ്ങനെ എന്തോ പറയത്തില്ലേ, ഞാലിപ്പഴം തന്നെ അല്ലേ ആ ചൊല്ലൊന്നും എനിക്കറിയാൻ വയ്യ കേട്ടോ. ആ ഒരവസ്ഥയായിപ്പോയി. ഗ്യാസ് കിട്ടി നമുക്ക് റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു, അത് മാറ്റി. പിന്നെ ഗ്യാസ് എടുത്തു, കൊണ്ടുവന്ന് വെച്ച് നമ്മൾ അടുപ്പ് കത്തിക്കാൻ നേരത്ത് ഒരടുപ്പ് കത്തുന്നില്ല. അത് എങ്ങനെയൊക്കെ എൻ്റെ ഒരു കഴിവിനനുസരിച്ച് ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അടുപ്പ് കത്തുന്നില്ല കേട്ടോ. ഒരെണ്ണം മാത്രം കത്തുന്നുണ്ട്. പക്ഷേ ഗ്യാസ് ലീക്കുമല്ല. അപ്പോൾ ഇനിയിപ്പം ആളിനെ വിളിച്ച് നോക്കിയാലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അവസ്ഥ. എന്തായാലും രാവിലെ എണീറ്റ് വന്നിട്ട് ഞങ്ങൾ ഗ്യാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അടുപ്പ് തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വലിയ നിരാശയൊന്നും തോന്നിയില്ല കേട്ടോ. വന്ന് എന്താ അടുപ്പൊക്കെ വൃത്തിയാക്കി എടുത്തു, തുടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ജ്യോതി ചേച്ചിയാണെന്ന് തോന്നുന്നു, അടുപ്പ് നനയാതിരിക്കുക ഒരു പാത്രം എടുത്ത് വെക്കരുതെന്ന്. അടുപ്പ് നമ്മുടെ ഈ ഓടിൻ്റെ ഷീറ്റാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഷീറ്റിൻ്റെ മേളിൽ നിന്ന് വീഴുന്ന വെള്ളമല്ല, അടുപ്പിന് പുറത്ത് നമ്മൾ ആ പുക പോകുന്ന കുഴലുണ്ടല്ലോ, ആ കുഴൽ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുവഴിയാണ് വെള്ളം ഇങ്ങനെ അടുപ്പിനകത്തോട്ട് വീഴുന്നത്. അതുമാത്രമല്ല, മുന്നേ തെങ്ങൊക്കെ വീണിട്ട് പൊട്ടിയിരിക്കുകയെന്ന് പറഞ്ഞാൽ മൊത്തത്തിലിങ്ങനെ പന്നലായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അടുപ്പിലിങ്ങനെ കൂടുതൽ ലീക്കാവുന്നത്. അങ്ങനെ എന്തായാലും അടുപ്പൊക്കെ വൃത്തിയാക്കി തീയൊക്കെ പിടിപ്പിച്ച് ഞാൻ രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ. തേങ്ങാ ചമ്മന്തി ആണല്ലോ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി. അതുകൊണ്ട് ഞാൻ തേങ്ങാ ചട്ടനി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പാത്തു ഇങ്ങനെ മഴയൊക്കെ കണ്ട് റൂമിൽ തന്നെ ഇരിക്കുക കേട്ടോ, പുറത്തോട്ടിറങ്ങി വന്നില്ല. ഞാൻ ഇവിടെ ദോശയൊക്കെ ഉണ്ടാക്കി കറിയും ഉണ്ടാക്കി വെച്ചു. വാപ്പ പാല് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ചായയൊക്കെ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ കുറച്ച് താമസിച്ചാട്ടോ ഇന്ന് പോകാൻ പറ്റിയത്. കാരണം മഴയായിരുന്നു. മഴ കാരണം നനഞ്ഞ് പോകാൻ വയ്യ. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ കുട ചൂടിപ്പോയാലും മഴ നനയും. അതുകൊണ്ട് കുറച്ച് താമസിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ എന്താ, കൊച്ചിനെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ചു. വീടിനകമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടോ. നമ്മൾ വേസ്റ്റ് തുണിയൊക്കെ ഇട്ടിട്ട് രാത്രിയിലെ ചാറ്റലൊന്നും ആയിരിക്കത്തില്ല, മഴ പെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ചോർന്ന് വെള്ളം ഒലിച്ച് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തുടച്ച് മാറ്റി വന്നപ്പോഴത്തേക്കും ഒരു ജോലി അങ്ങോട്ട് കഴിഞ്ഞു കിട്ടി എന്ന് വേണം പറയാനായിട്ട്. പിന്നെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്ത് നേരെ ഞങ്ങൾ ഒരുങ്ങി സ്കൂളിലോട്ട് പോവാണ് കേട്ടോ. ആ സമയം അങ്ങനെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. നല്ല വലിയ മഴയില്ലായിരുന്നു കേട്ടോ. മഴ നോക്കിയാണ് ഇറങ്ങിയത്. പക്ഷേ നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. ഇരുട്ട് മൂടി മഴക്കോളുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്തില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചാറും, നമ്മളെ പേടിപ്പിച്ചിട്ട് പോകത്തില്ലേ, ആ ഒരു പേടിപ്പിക്കൽ മാത്രമേ നടന്നുള്ളൂ. അങ്ങനെ എന്തായാലും സ്കൂളിൽ കൊണ്ടാക്കി. ഞാൻ കുറേ തുണികളൊക്കെ വാരി ഇങ്ങനെ ഇട്ടേക്കാണ്. പറഞ്ഞില്ലായിരുന്നു, ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഞാനിങ്ങനെ തുണി വാരി കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇച്ചിരി വെട്ടം കണ്ടിരുന്നുവെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി പറക്കി ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ട്. വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കും ഒരു ഇച്ചിരി വെട്ടം വന്നു കഴിഞ്ഞാലും എന്താ മെനക്കേടാണ്. കുറേ ദിവസം മഴ ഇങ്ങനെ തുടരെ പെയ്തുകൊണ്ടിരുന്നിട്ട് കുറച്ച് വെട്ടം വരുമ്പോഴത്തേക്ക് തറയിൽ നിന്ന് നമ്മളെ ദേഹമൊക്കെ വിയർക്കത്തില്ലേ, നമ്മൾ വിയർക്കുന്നത് പോലെ തന്നെ ഈ തറയും വിയർക്കും കേട്ടോ. തറയും നല്ലതുപോലെ വെള്ളം ഇങ്ങനെ കിനിഞ്ഞ് വരാൻ തുടങ്ങി. പിന്നെ അതൊക്കെ തുടച്ച് അവിടെ ഒരു പാത്രം ഇരിക്കുന്നുണ്ടല്ലേ റൂമിൽ, അത് നമ്മളിങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചേക്കുക, വേറെ ഒന്നുമല്ല കേട്ടോ. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. പാത്രങ്ങൾ എടുത്തുകൊണ്ട് ഓടാൻ വയ്യ. അതുകൊണ്ട് കണ്ടില്ലേ, അതവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ റൂമും എറായും എല്ലാം ഒന്ന് തുടച്ച് വാപ്പും അവിടെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ കപ്പയ്ക്ക പച്ചക്കറി ഇരിപ്പില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കപ്പയ്ക്ക നമ്മൾ 2 ദിവസം മുന്നേ കുത്തിയിട്ടതിൽ കൂട്ടത്തിൽ വീണതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. മീൻ മത്തിയായിരുന്നു കേട്ടോ, ചാള, നല്ല പരിഞ്ഞിലുള്ള ചാളയായിരുന്നു. പിന്നെ വാപ്പുമ്മ ആ മീൻ കണ്ടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്ന് എനിക്ക് സന്തോഷമായി. ഞാൻ എല്ലാ തുണികളെല്ലാം കൂടെയൊക്കെ പറക്കി കൊണ്ടിട്ട്, ഇച്ചിരി വെട്ടമൊക്കെ കിട്ടാതെ നമ്മളിങ്ങനെ കുമിഞ്ഞ് കൂടിയിട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ല് വരുമല്ലോ. ഒരു ഇച്ചിരി വെട്ടം കാണുമ്പം തന്നെ ആശ്വാസമാണ് കേട്ടോ. മുറ്റം തൂക്കാനോടണോ, തുണി കഴുകാനോടണോ, അങ്ങനെ ഒന്നും വേണ്ട. ആകെപ്പാടെ ഒരു ബഹളമാണ് കേട്ടോ. നമ്മളെ വീട് മാത്രമല്ല, അപ്പുറം ഇപ്പുറം ഒക്കെ അപ്പോൾ തൂക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. നമ്മളെന്തായാലും അകമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഒന്ന് തൂത്തുവാരി തിട്ടയൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, മുറ്റം അടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. മുറ്റം അടിച്ചിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം ഇങ്ങനെ തോരാതെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പാടുപെടും.
അതുകൊണ്ട് മുറ്റം അടിക്കണം. എന്തായാലും അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ചൂല് വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ, അത് ഈർക്കിൽ ചൂലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വലയെല്ലാം തട്ടിത്തൂത്തെടുത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സമാധാനമുണ്ട്. വലയൊക്കെ തട്ടിത്തൂത്തെടുത്തതിന് ശേഷമാണ് ഞാൻ ആ ചൂല് കട്ട് ചെയ്തത് കേട്ടോ. മുറ്റം അടിക്കാൻ മേടിച്ച ചൂലല്ലേ. അങ്ങനെ വലയടിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് ഒടിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്കിങ്ങനെ ചൂല് കെട്ടി തോട്ടയ്ക്കകത്തോ അല്ലെങ്കിൽ വേറൊരു കമ്പിലിങ്ങനെ ചൂല് കെട്ടിയിട്ടാണ് നമ്മൾ വലയടിക്കാറ്. അങ്ങനെ എന്തായാലും വലയൊക്കെ അന്നത്തെ ദിവസം അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ മുറ്റം അടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. മുറ്റത്ത് ദേ ഇതുപോലെ 2 ദിവസം മുന്നേ അടിച്ചത് കൊണ്ടാണ് വലിയ മെനക്കേടില്ലാത്തത് കേട്ടോ. അന്നന്ന് നമ്മളങ്ങ് അടിച്ചിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഇച്ചിരി വെട്ടം കണ്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് മുറ്റം അടിക്കാൻ ഇറങ്ങി. ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് തൂത്തുവാരി ഇട്ടതേ ഉള്ളൂ കേട്ടോ. ബാക്കൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ 2 ദിവസം മുന്നേ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് എടുത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതിരിക്കുമായിരുന്നേ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് ഞാൻ കയറി വന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് മുളക് കറിയാണ് വെക്കുന്നത്. അപ്പോഴത്തേക്കും അതങ്ങ് അടുപ്പിലോട്ടാക്കി. പിന്നെ ഇതേ അനിയത്തി അവിടെ ഉള്ള വിറകൊക്കെ കൊത്തിക്കീറി ഇടാം. പക്ഷേ വെറുതെ ആയിരുന്നു കേട്ടോ. ആ കൊത്തിക്കീറി അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കും നല്ല മഴക്കോളുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ തുണികളെല്ലാം വാരിക്കൊണ്ടങ്ങ് പോയി. ഇവിടെ കൊത്തിക്കീറി ഇട്ട് കുഴപ്പമില്ല, ചെറിയ ചാറ്റലല്ലേ, അതങ്ങ് നിൽക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എവിടെ, വിറക് മൊത്തവും നനഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇത്രയും ദിവസം അതിങ്ങനെ ടാർപ്പയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് വലിയ നനവൊന്നും ഇല്ലാതിരുന്ന വിറകായിരുന്നു. അത് മൊത്തവും നനഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കപ്പയ്ക്ക എടുത്ത് മെഴുക്കുരട്ടിയാക്കി എടുത്ത് നമ്മൾ തേങ്ങ അരപ്പിടാതെ വെറുതെ തേങ്ങ ഇങ്ങനെ തിരുമ്മി അതൊന്ന് വാടി കിട്ടിയിട്ട് തേങ്ങ തിരുമ്മി ഇട്ട് കൊടുത്ത് ഇങ്ങനെ മിക്സാക്കി നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് മീനും കൂടെ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ തട്ടിക്കൂട്ടൽ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും, ബൈ.